And yes, അപ്പോൾ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന നമ്മളുടെ സ്വന്തം അന്നാ രാജൻ ഈ ഒരു മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും മലയാളത്തിന്റെ സ്വന്തം അന്നാ രാജൻ അങ്കമാലി ഡയറീസിലൂടെ നമ്മുടെ മലയാള സമൂഹത്തിലേക്ക് ഏറ്റവും മികച്ച താരം. തീർച്ചയായിട്ടും അന്നാ രാജനെ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായിട്ടും അവർ എൻട്രി കാണാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസ് അതിനെ അറിയിക്കുന്നു. And നിങ്ങളൊരു കയ്യടി കൊടുത്ത് നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ അവരെ എൻട്രി കൊടുക്കേണ്ടതാണ്. സടപ്പള്ളി കലാകാരൻ ഈ വേദിയിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ അങ്കമാലി ഡയറീസിലൂടെ സ്വന്തമായ മലയാളത്തിൽ സ്വന്തമായ അന്നാ രാജൻ. Let's welcome Anna Rajan onto the stage, ladies and gentlemen. And yes, with a big round of applause, let's welcome our star Anna Rajan onto the stage. And yes, തീർച്ചയായിട്ടും ആ ഒരു കയ്യടി ഇത് കൊടുത്ത് ഏറ്റവും മികച്ച എൻട്രി തന്നെയാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. And yes, മലയാളത്തിന്റെ സ്വന്തം അന്നാ രാജൻ അങ്ങനെ അങ്കമാലിയിൽ ചോയ്സ് ക്യാമ്പയിൻസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. And ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടാണ്. Yes, അങ്ങനെ അന്നാ രാജൻ കുറേ നിമിഷങ്ങൾക്ക് ശേഷം നമ്മളുടെ കാത്തിരിപ്പിന് ശേഷം yes, she's here with a big round of applause. നല്ലൊരു കയ്യടിയോടെ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം അന്നാ രാജനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Ladies and gentlemen, and yes, അന്നാ രാജനെ ഒഫീഷ്യലായിട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സർ ലിൻസൺ സാറിനെ സ്വാഗതം ചെയ്യുന്നു. First of all, സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ അങ്കമാലിയിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും അങ്കമാലി ഡയറീസിലൂടെ മലയാളത്തിന്റെ സ്വന്തമായ താരമാണ് നമ്മളുടെ അന്നാ രാജൻ അല്ലേ? ശേഷം നമ്മുടെ അങ്കമാലിയിലെ ആ ഒരു ഇനോഗ്രേഷൻ നമ്മളുടെ ചോയ്സ് ക്യാമ്പയിൻസിൽ ഇനോഗ്രേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. And how do you feel? എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ആ ഒരു സ്വാഗതം ഏറ്റുവാണ്. And yes, ഇനി നമ്മള് ഇത്രയും നേരം നമ്മള് ഇതിൽ നിന്ന് രണ്ട് വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത്. So നല്ലൊരു കയ്യടി കൊടുത്ത് ladies and gentlemen, എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി നമ്മളുടെ സ്വന്തം അന്നാ രാജന് കൊടുക്കൂ. നമ്മുടെ സ്വന്തം അങ്കമാലിയുടെ ലിൻസിക്ക് വേണ്ടി കൊടുക്കൂ. Yes, അങ്ങനെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട് അങ്കമാലിയിലെ വീണ്ടും എത്താൻ സാധിച്ചത്. എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ അങ്കമാലിയിൽ നിന്നാണ്. അപ്പോൾ അങ്കമാലി ഡയറീസിന് മുമ്പ് ഞാനൊരു IELTS പഠിക്കാനായിട്ട് ഏരിയയിലുണ്ടായിരുന്നു. അപ്പോൾ എന്താ അപ്പോൾ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പോൾ പുറത്തുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് അവരുടെ അടുത്ത ബ്രാഞ്ച് ഇനോഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സോ ഹാപ്പി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാലാവസ്ഥയൊക്കെ അനുയോജ്യമാണ്. ദൈവം സഹായിച്ച മഴയൊന്നുണ്ടായിരുന്നില്ല. വീണ്ടും അങ്കമാലിയുടെ നാട്ടിൽ അങ്കമാലിയുടെ മണ്ണിൽ ഇങ്ങനത്തെ സ്ഥാപനം ഇനോഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു, ഈശ്വരനോട് നന്ദി പറയുന്നു. എന്തായാലും എന്നെ കാത്തിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ലവ് യു. എനിക്ക് ലൈറ്റ് കാരണം ആരെയും കാണാൻ പറ്റുന്നില്ല, എല്ലാവരുടെ ഫോൺ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത ഔദ്യോഗികമായ പരിപാടിയിലേക്ക് കിടക്കാം. എന്തായാലും താങ്ക് യു, ലവ് യു, താങ്ക് യു. ഒന്ന് കൈയടിച്ച് എല്ലാവരും ചേർന്ന് നിങ്ങളുടെ എല്ലാവരുടെ എനർജി ഒന്ന് കേൾക്കട്ടെ. യെസ്, നല്ലൊരു കൈയടി കൊടുത്തേ നമ്മളുടെ സ്വന്തം ലിച്ചിക്ക് വേണ്ടിയിട്ട്. കൈയടിക്കില്ലേ നിങ്ങൾ എല്ലാവരും? ഇത്രയേ ഉള്ളൂ അങ്കമാലിയുടെ പോരെ. നല്ലൊരു കൈയടി കൊടുത്തേ എല്ലാവരോടും ചേർത്ത്. ഓക്കെ, താങ്ക് യു സോ മച്ച് എവരിവൺ. ആൻഡ് ഇനിയും ഒഫീഷ്യൽ ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. സോ യെസ്, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ലാംപ് ലൈറ്റിംഗ് സെറമണിയിലേക്ക് കിടക്കുന്നു. ആൻഡ് നമ്മളുടെ ചീഫ് ഗസ്റ്റ് ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ എല്ലാവരെയും തന്നെ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മളുടെ ലിൻസൺ സാറിന്റെ ഫാമിലി മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു ഈ ഒരു ലാംപ് ലൈറ്റിംഗ് സെറമണിയിലേക്ക്. തീർച്ചയായിട്ടും ഇനോഗ്രേഷൻ ഇനിയും ആ ഒരു ഫോർമൽ ഫംഗ്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സോ യെസ്, ലാംപ് ലൈറ്റിംഗ് സെറമണിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതികൾ എല്ലാവരും തന്നെ പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. Linsson sir, family members, wife Soumya, Reni Varghese, അദ്ദേഹത്തിന്റെ അമ്മ, and sister Limna Varghese, and yes, of course, നമ്മളുടെ അന്നാ രാജൻ is here, and MLA അദ്ദേഹം
കുറച്ച് തിരക്കുകൾ കാരണം ഇപ്പോൾ അദ്ദേഹം തിരിച്ചു പോയിരിക്കുകയാണ്. സോ ഇനിയും അടുത്തതായിട്ട് ബിനോയ് ഖൂരൻ സർ ആൻഡ് ലേഖ വത്സൻ എല്ലാവരും തന്നെ ഈ ഒരു വേദിയിലേക്ക്. ആൻഡ് ഇനിയും ആദ്യത്തെ തിരി തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലിൻസൺ സാറിനെയും അതുപോലെ തന്നെ അന്നാരാജനെയും ക്ഷണിക്കുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് അടുത്ത ആ ഒരു തിരി തെളിയിച്ചിട്ട് ഇനോഗ്രേഷൻ ഫംഗ്ഷന് തുടക്കമിടുകയാണ്. സോ ഈ ഒരു ഭദ്രദീപം കൊളുത്താൻ വേണ്ടി രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഒപ്പം നമ്മളുടെ ബാക്കിയുള്ള ചീഫ് ഗസ്റ്റും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സും സ്റ്റേജിൽ ഉണ്ടാവണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓരോരുത്തരായിട്ട് ബാക്കിയുള്ള തിരികൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ആ ഒരു തിരി തെളിയിക്കാൻ വേണ്ടി അന്നാരാജനെ സ്വാഗതം ചെയ്യുന്നു. ആൻഡ് അമ്മയും ഒരുമിച്ച്, അതെ യെസ്, അന്നാരാജനും അതുപോലെ തന്നെ ലിൻസൺ സാറിന്റെ അമ്മയും ഒരുമിച്ച് ഈ ഒരു ഭദ്രദീപം കൊളുത്തുകയാണ്. ഭദ്രദീപം കൊളുത്തുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി കൂടെ കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കൈയടി പ്ലീസ്. And wishing you all the very best. ഇനിയും ഇന്ന് മുതൽ അങ്കമാലിയുടെ മണ്ണിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ സ്റ്റുഡൻസിന് ന്യൂസിലൻഡിലേക്ക് പറക്കാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയായിരിക്കും ചോയ്സ് ക്യാമ്പെയിൻസ്. സോ തീർച്ചയായിട്ടും വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്തതായിട്ട് നമ്മുടെ ലിൻസൺ സാറിനെ അതുപോലെ തന്നെ വൈഫിനെയും സ്വാഗതം ചെയ്യുന്നു. യെസ്, ലൈറ്റിംഗ് ദ ലാമ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈഡി കൊടുക്കാട്ടോ. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു തുടക്കം ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആദ്യം തന്നെ ഞാൻ വെൽക്കം ചെയ്യുന്നു, നന്ദി പറയുകയാണ്. സോ യെസ്, ഇനിയും അടുത്തതായിട്ട് നമ്മളുടെ യെസ് ബിനോയ് സാറും അതുപോലെ തന്നെ യെസ് വത്സല മാമും ചേർന്നാണ് അടുത്തതായിട്ടുള്ള തിരികൾ തെളിയിക്കേണ്ടത്. ആൻഡ് അതിനുശേഷം ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തിരി തെളിയിക്കണം. യെസ്, അടുത്തതായിട്ട് ലേഖ മാമും അതുപോലെ തന്നെ സിസ്റ്റർ ആയിട്ടുള്ള ലിംനയും ചേർന്നിട്ട് തിരി തെളിയിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ യെസ്, അടുത്തതായിട്ട് ലേഖ മാം. സോ തീർച്ചയായിട്ടും ഇന്ന് മുതൽ ചോയ്സ് ക്യാമ്പെയിൻസിന്റെ 3ാമത്തെ ബ്രാഞ്ച് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. സോ ഇനിയും അടുത്തതായിട്ട് ആ ഒരു തിരി തെളിയിക്കാൻ വേണ്ടിയിട്ട് 3 പേരും യെസ്, അടുത്തതായിട്ട് ലിംന, അദ്ദേഹത്തിന്റെ സിസ്റ്ററാണ് ലിംന, ലിൻസൺ ആൻഡ് അന്നാരാജൻ, 3 പേരും യെസ് എല്ലാവരും ഒരുമിച്ച് ഒന്നുകൂടെ ആ ഒരു ലാസ്റ്റ് തിരി കൂടെ തെളിയിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് യെസ്, നല്ലൊരു കൈയ്യടി കൊടുത്തേ എല്ലാവരോടും ചേർന്നിട്ടാ. യെസ്, ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് 3ാമത്തെ നമ്മളുടെ ബ്രാഞ്ച് കൂടെ ഇവിടെ ഓപ്പൺ ആവുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഈച്ച് ആൻഡ് എവറി വൺ. ആൻഡ് ഇനിയും അടുത്തതായിട്ട് നമ്മളുടെ റിബൺ കട്ടിംഗ് സെറമണി കൂടിയാണ് ബാക്കിയുള്ളത്, ഒഫീഷ്യൽ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ. സോ യെസ്, അപ്പോൾ നമ്മളുടെ അപ്പം അതിനുശേഷം നമ്മൾ റിബൺ കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ലക്കി ഡ്രോ ഇവിടെ നടത്തുന്നതാണ്. സോ ഈ ഒരു ലക്കി ഡ്രോയ്ക്ക് ശേഷം അപ്പം ക്ലൈമറ്റ് കുറച്ച് മോശമായതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെ ലക്കി ഡ്രോ കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയ പെർഫോമൻസും ഒക്കെ എല്ലാവർക്കും വേണ്ടി കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. സോ അപ്പം ലക്കി ഡ്രോ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇനിയും 5 പേരെ കണ്ടെത്തുക എന്നുള്ളതാണ്. സോ നമുക്ക് 5 പേരെയാണ് കണ്ടെത്തേണ്ടത് ലിച്ചി. സോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 32 ഇഞ്ചിന്റെ ഒരു TV ആണ്. ഇത് ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അല്ലേ. സോ യെസ്, അപ്പം തീർച്ചയായിട്ടും നമ്മൾ ലിച്ചിനെ കണ്ടെത്താൻ പോകുന്നത് ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള ഒരു TV 32 ഇഞ്ചിന്റെ TV ആർക്കാണ് കിട്ടാൻ പോകുന്നത് നമുക്ക് നോക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്ത് നോക്കിയിട്ടാണ് ഇനി വിന്നറിനെ കണ്ടെത്താൻ പോകുന്നത്. ആൻഡ് വിന്നറിനെ കണ്ടെത്തുമ്പോൾ പേരും ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്മൾ പറയാം. ആൻഡ് 1 കൺഫേം ചെയ്താലേ നമ്മൾ ആള് ഉറപ്പിക്കുള്ളൂ. സോ യെസ്, അപ്പം നമ്മൾ 5 നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. ലാസ്റ്റ് സമ്മാനമാണ് ഫസ്റ്റ് നമ്മൾ യെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഫസ്റ്റ് 5ാമത്തെ സമ്മാനം എന്ന് പറയുന്നത് അയൺ ബോക്സ് ആണ്. അയൺ ബോക്സ് ആർക്കാണ് നമ്മളിവിടെ കിട്ടാൻ പോകണം നോക്കാം. സോ യെസ്, അപ്പം സെലക്ട് ചെയ്തോളൂ. യെസ്, 5
5ാമത്തെ സമ്മാനമായിട്ടുള്ള അയൺ ബോക്സ്. ഇതിൽ ഏത് ലക്കിയസ്റ്റ് പേഴ്സൺ ആണ് കിട്ടാൻ പോകുന്നത്? അല്ലെങ്കിൽ അയൺ ബോക്സ് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, എന്നാലും. അപ്പോൾ 5th പ്രൈസ് കിട്ടിയിരിക്കുന്നത് രാഹുൽ രാജൻ. അയൺ ബോക്സ് നമുക്ക് തന്നെ അവിടെ കൂട്ടുച്ചിരി ഉണ്ടായിരുന്നു, എന്താന്ന് ഞാൻ ചോദിക്കണില്ല. അപ്പൊ എന്തായാലും രാഹുൽ രാജൻ വന്നോളൂ. അപ്പം രാഹുൽ നമ്മളുടെ ചെണ്ട ടീമിന്റെ ഒരാളാണ് കേട്ടോ. നല്ലൊരു കൈയ്യടി കൊടുത്തേ. യെസ്, ഒന്ന് പ്രോത്സാഹിപ്പിക്കും, നിങ്ങളുടെ ടീമിലെ ആൾക്കാരല്ലേ. സ്റ്റേജിലേക്ക് വന്നോളൂ. ദേ നമ്മൾ ആ ഒരു ഗിഫ്റ്റ് ഇപ്പൊ കൈമാറാൻ വേണ്ടിട്ട് പോവാണ്. ആൻഡ് അതിനു മുമ്പ് ആ ഒരു ഫോൺ നമ്പർ ഒന്ന് കൺഫേം ചെയ്യണോ? ഫോൺ നമ്പർ ഓക്കെ. സോ യെസ്, അപ്പം ദേ നല്ലൊരു കൈയ്യടി കൊടുത്തേ. സോ യെസ്, അന്ന രാജനും അമ്മയും ചേർന്നിട്ട് ആ ഒരു ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും അടുത്തതായിട്ട് 4ാമത്തെ സ്ഥാനത്ത് ഉള്ളത് ആരാണെന്ന്, അല്ലെങ്കിൽ 4ാമത്തെ സമ്മാനം ആർക്കാണ്, അതായത് നമ്മളുടെ ക്രോക്കറി സെറ്റ് അല്ലേ, അത് ആർക്കാണ് കിട്ടാൻ പോകുന്നത് നമുക്ക് നോക്കാം. സോ യെസ്, അപ്പം 4ാമത്തെ ആളെ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഡിന്നർ സെറ്റ് ഇനിയും ആർക്കാണ് കിട്ടാൻ പോകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. സോ യെസ്, അപ്പം എടുത്തോളൂ ഇതിനകത്തെ. സോ യെസ്, ഇനിയും ആരാണ് ഇക്കൂട്ടത്തിൽ നിന്ന് ആരാണ് വരാൻ പോകുന്നത്? സൗമ്യ, യെസ്, വൈഫാണ് വരാൻ പോകുന്നത്. യെസ്, എടുത്തോ. ഓക്കെ, ആരാണ്? പേരെന്താണ്? രാജേഷ് ഡേവിസ്. രാജേഷ് ഡേവിസ് ഇവിടെ ഉണ്ടോ? ഇവിടെ വരൂ, ഇവിടെ വരൂ, കയറി വരൂ, കയറി വരൂ. ഓക്കെ, നല്ലൊരു കയറി കൊടുത്തേ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. ഇത്ര നേരം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ആൻഡ് യെസ്, നമ്പർ ഒന്ന് പറയോ? ലാസ്റ്റ് 4959528885. കറക്റ്റ് ആണ്. നല്ലൊരു കൈയ്യടി കൊടുത്തോ. യെസ്, ഗിഫ്റ്റ് നമ്മുടെ ആ ഒരു ഡിന്നർ സെറ്റ് ആണ്. ഡിന്നർ സെറ്റ് അദ്ദേഹത്തിന് കിട്ടാൻ പോകണം. നല്ലൊന്ന് കൈയടിച്ചേ. നമ്മുടെ അങ്കമാലിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു യെസ് സ്പെഷ്യൽ മൊമെന്റ് ഉണ്ടാവുമ്പോൾ നമ്മളെല്ലാവരും ആരാണ് പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്? നന്നായിട്ട് കൈയടിക്കൂ. യെസ്, താങ്ക് യു സോ മച്ച് കേട്ടോ. ഇനി നമ്മൾ 3ാമത്തെ ആളെ കണ്ടെത്താൻ പോവാണ്. അത് നമ്മുടെ ലിൻസൺ സാറാണ് കണ്ടെത്താൻ പോകുന്നത്. 3ാമത്തെ ആരാണെന്ന് കണ്ടുപിടിച്ചോളൂ. യെസ്, കഷ്ടപ്പെട്ടാണ് കേട്ടോ അത് കണ്ടുപിടിച്ചേക്കണേ. ആരാന്ന് പറഞ്ഞു? രാജേഷ് ഡേവിസ്. 10 വട്ടം എഴുതിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് ആളാണോ ഇത്? ഒരെണ്ണം കൂടെ എടുക്കാല്ലേ? 10 വട്ടം എഴുതിയിട്ടെന്ന് പറഞ്ഞത് ചേട്ടനാണോ? അതെ. ഇനി നമുക്ക് വേറൊരാളെ ഇവിടെ കണ്ടെത്താം അല്ലേ? ഓക്കെ, നമുക്ക് വേറൊരാളെ എടുക്കാം. ഓക്കെ, സോ യെസ്, അപ്പം ലക്കിയസ്റ്റ് ആയിട്ടുള്ള 5 പേരെയല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്. എന്തായാലും ഒരെണ്ണം കിട്ടി. ഇനി അടുത്ത ആളെ നമുക്ക് കണ്ടെത്താം അല്ലേ? ശരിക്കും ഷഫിൾ ചെയ്തു അല്ലേ? എല്ലാവരും 10 എണ്ണം വെച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തമാശ എന്നാ വിചാരിച്ചത്. ജോയ് കെ വി. യെസ്, ചേട്ടൻ വന്നോളൂ. യെസ്, നല്ലൊരു കൈയ്യടി കൊടുത്തേ. എല്ലാവരോടും ചേർന്ന് നല്ലൊരു കൈയ്യടി കൊടുത്തേ. ആൻഡ് ഫോൺ നമ്പർ ഒന്ന് പറയണേ. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ സമ്മാനം എന്താണ്? സമ്മാനം നമ്മളുടെ 3ാമത്തെ ആൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം എന്താണ്? യെസ്, 3ാമത്തെ ആൾക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന ആ ഒരു സമ്മാനം യെസ് മറ്റൊന്നുമല്ല, നമ്മളുടെ ഡിന്നർ സെറ്റ്. സോറി, മിക്സർ ഗ്രൈൻഡർ ആണ് കേട്ടോ. മിക്സർ ഗ്രൈൻഡർ ആണ്. നല്ലൊരു കൈയ്യടി എടുക്കോ. യെസ്, നല്ലൊരു കൈയ്യടി പ്ലീസ്. മിക്സർ ഗ്രൈൻഡർ അങ്ങനെ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു. ആൻഡ് ഇനിയും അടുത്തതായിട്ടുള്ള സെക്കൻഡ് പ്രൈസ്, ഇത് കുറച്ച് വിലയേറിയ പ്രൈസ് ആണ്. സോ മറ്റൊന്നുമല്ല, മൊബൈൽ ഫോൺ ആണ്. സോ നമ്മളുടെ ബിനോയ് സാറാണ് കണ്ടെത്താൻ പോകുന്നത്. സോ മൊബൈൽ ഫോൺ ഇതിൽ കൂട്ടത്തിൽ ആർക്കാണ് കിട്ടാൻ പോകുന്നത് നോക്കാം. റിപ്പീറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യും കേട്ടോ. ഓക്കെ, സോ ആരാണ്? രാജേഷ് ഡേവിസ്. ഇത് കള്ളക്കളിയാട്ടോ. എനിക്ക് തോന്നി ഇതിനകത്ത് പകുതി വിട്ടിട്ടുണ്ടെന്ന്. നമ്മൾ ഫസ്റ്റ് പ്രൈസ് ആണ്. ഫസ്റ്റ് പ്രൈസ് ഒരു പ്രൈസ് ആദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുടെ പേര് പിന്നെ റിപ്പീറ്റ് എടുക്കില്ല കേട്ടോ. അങ്ങനെയാണ്. ചേട്ടാ ലോട്ടറി എടുത്തിട്ടുണ്ടാ?
ബമ്പർ എടുത്തിട്ടുണ്ടാ? ആ ബമ്പർ എടുത്ത ലോട്ടറി ടിക്കറ്റ് ഒന്ന് തരോ സ്റ്റേജ്? ഷിബു MA. അടുത്ത ആളെ കണ്ടുപിടിച്ചു, ഷിബു MA. നമ്മൾ ഒരാൾക്ക് മാത്രമല്ല പ്രൈസും കൊടുത്തെങ്ങനെ ശരിയാവാ അല്ലെ? ഷിബു MA ആളിവിടെ ഉണ്ടോ? ഉണ്ട്. യെസ്, അദ്ദേഹത്തിനാണ് മൊബൈൽ ഫോൺ കിട്ടിയിരിക്കുന്നത്. നല്ലൊരു കൈയ്യടി ഇവിടുത്തെ എല്ലാവരോടും ചേർന്ന്. അങ്കമാലിക്കാരെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കാണ് ഈ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. ഒന്ന് കൈയടിച്ചേ. കൈയടി ഭയങ്കര കുറവാ അല്ലേ? ഒന്ന് കൈയടിച്ചേ എല്ലാവരോടും ചേർന്ന്. എനർജി ഒന്ന് കേൾക്കട്ടെ. ഒന്ന് കൈയടിച്ചേ. ഓക്കെ, സോ നമ്പർ ഒന്ന് പറഞ്ഞോ. കറക്റ്റ് ആണ്. സോ യെസ്, മൊബൈൽ ഫോൺ വേണ്ടേ? സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പം യെസ്, അദ്ദേഹം തന്നെയാണ് ആ ഒരു സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇനിയും നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് അത് നമ്മുടെ ലിസ്റ്റ് തന്നെ എടുക്കണം കേട്ടോ. കേട്ടോ, ഫസ്റ്റ് പ്രൈസിന് ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓക്കെ. സോ യെസ്, അപ്പം ഇനിയും എന്തായാലും ഫസ്റ്റ് പ്രൈസ് ഇവിടെ ആർക്കാണ് കിട്ടാൻ പോകുന്നത്? ചേട്ടൻ്റെ അത് കിട്ടിയാൽ നമുക്ക് തരാൻ നിർവാഹമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒരു പ്രൈസ് ഒരാൾക്ക്. നമുക്ക് കൊടുത്ത പ്രൈസ് തിരിച്ചെടുക്കില്ലല്ലോ, അതുകൊണ്ട് ഒരു പ്രൈസ് ഒരാൾക്ക്. ഓക്കെ, സോ നമ്മൾ നന്നായിട്ട് ഷഫിൾ ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ്. ആൻഡ് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 32 ഇഞ്ചിന്റെ TV ആണ്. ഇത് ആർക്കാണ് കിട്ടാൻ പോകുന്നത് എന്ന് നമ്മളുടെ സ്വന്തം ലിച്ചിയാണ് കണ്ടെത്താൻ പോകുന്നത്. സോ യെസ്, മാർട്ടിൻ കിടങ്ങേ. മാർട്ടിൻ യെസ്, എവിടെയുണ്ട്? വിന്നറിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് അടിച്ചു മാർട്ടിൻ ചേട്ടാ. TV കിടങ്ങേൽ. മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് എന്താ? പറ. കറക്റ്റ് ആണ്. സോ യെസ്, അപ്പൊ നമ്മളുടെ മാർട്ടിൻ ചേട്ടൻ അങ്ങനെ ഇന്നത്തെ ഏറ്റവും വലിയ ലക്കിയസ്റ്റ് പേഴ്സൺ ആയിരിക്കുന്നു. നല്ലൊരു കൈയ്യടി കൊടുത്തേ. യെസ്, അനാരാജന്റെ കയ്യിൽ നിന്ന്, നമ്മളുടെ സ്വന്തം ലിച്ചിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫസ്റ്റ് പ്രൈസ് ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഇന്നത്തെ ലക്കിയസ്റ്റ് പേഴ്സണെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. താങ്ക് യു സോ മച്ച് എവരിവൺ. യെസ്, താങ്ക് യു. That's pretty. So, what do you think? Did you think it was pretty? So, what do you think? ഓക്കെ, ഓക്കെ. സോ യെസ്, അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ അങ്കമാലിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പെർഫോമൻസ് തരാൻ വേണ്ടിയിട്ട് ഓക്കെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമ്മൾ എല്ലാവരുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം ഒറ്റയ്ക്ക് ഒരു വേണ്ട, നമ്മൾ എല്ലാവരോടും ജോയിൻ ചെയ്യാം. ആൻഡ് ഇന്നത്തെ ഈ ഒരു സെലിബ്രേഷൻ തന്നെ ആക്കി മാറ്റാൻ പോവാണ് നമ്മളുടെ ചോയ്സ് ക്യാമ്പയിൻസിന്റെ ഇനോഗ്രേഷൻ. സോ അപ്പം നല്ലൊരു സോങ് ഇട്ട് കൊടുക്കോ? യെസ്, നല്ലൊരു സോങ് പ്ലീസ്.
സ്പെഷ്യൽ കേട്ടോ. നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ചോയ്സ് ക്യാമ്പയിൻസിൽ വരൂ, ഭാവി സുരക്ഷിതമാക്കൂ. എനിവേ എന്നെ വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. എനിവേ ലവ് യു അങ്കമാലി. ഓഫീസിലുള്ളത് സിയസ് അവിടെ വെച്ചിട്ടാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൻഡ് യെസ്, അപ്പൊ നമ്മളുടെ റിബൺ കട്ടിംഗ് സെറമണിയിലേക്ക് നമ്മുടെ ചീഫ് ഗസ്റ്റ് അതുപോലെ തന്നെ അന്ന രാജൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആൻഡ് സ്റ്റാഫ് എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വരണം റിക്വസ്റ്റ് ചെയ്യുന്നു. സ്റ്റാഫ് എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വരണം റിക്വസ്റ്റ് ചെയ്യുന്നു. ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തത് നമ്മൾ ഏറ്റവും നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പ്ലീസ് കീപ് കാം. എല്ലാവരും ഈ ഒരു യെസ് ബാക്കിന്റെ അപ്പുറത്തായിട്ടാണ് നിൽക്കേണ്ടത്. എല്ലാവരും അവിടെ തന്നെ നിൽക്കുക ദയവ് ചെയ്ത്. സോ യെസ്, എല്ലാ മീഡിയ പേഴ്സൺസും അവിടെ തന്നെ നിൽക്കുക. റിക്വസ്റ്റ്, എല്ലാ മീഡിയ പേഴ്സൺസും അവിടെ തന്നെ നിൽക്കുക. റിക്വസ്റ്റ്, എല്ലാ മീഡിയ പേഴ്സൺസും ആ ഒരു യെസ് ബാക്കിന്റെ അപ്പുറത്തായിട്ട് നിൽക്കുക. തീർച്ചയായിട്ടും നമ്മൾ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്ന ആളാണ്. ഒരു ഗസ്റ്റ് നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഐ റിക്വസ്റ്റ് വൺസ് അഗെയിൻ.
സോ യെസ്, അപ്പം യെസ്, ഉച്ചയുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം മീഡിയക്കാർ മാത്രം മുകളിലേക്ക് ഈ ഒരു റിബൺ കട്ടിംഗ് സെറമണിക്ക് പോകാവുന്നതാണ്. മീഡിയക്കാർ മാത്രം, ഓൺലി മീഡിയ പീപ്പിൾ റിബൺ കട്ടിങ്ങിന് മുകളിലേക്ക് പോകാവുന്നതാണ് കേട്ടോ. ഓൺലി മീഡിയ വൺസ് മാത്രം. സോ യെസ്, മീഡിയ പേഴ്സൺസ്. സോ ഒരു ഇഷ്യൂ ആരും ഉണ്ടാക്കരുത് എന്ന് കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളത് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. സോ ആക്ച്വലി നമ്മുടെ മുകളിൽ അത്രയും സ്പേസ് ആ ഒരു ഫ്രണ്ട് സൈഡിൽ ഇല്ലാത്തത് കൂടെ ഒരു കാരണമാണ്. സോ യെസ്, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ മീഡിയ പേഴ്സൺസ് മാത്രം വരിക. വൺ സെക്കൻഡ്. എത്ര മീഡിയക്കാരുണ്ട്? എത്ര മീഡിയ ഉണ്ട് ടോട്ടല്? ഒന്നാമതിൽ എല്ലാവരും കയറ്റാനുള്ള സ്ഥലമില്ല. എല്ലാവരും കയറ്റും കേട്ടോ, പക്ഷെ ഒച്ചപ്പാടുണ്ടാക്കരുത്. ഓക്കെ, മീഡിയക്കാര് ജസ്റ്റ് ആരൊക്കെയുള്ളതെന്ന് വെച്ചാൽ കയറിക്കോ.